കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മളേവരും കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് തല എങ്ങോട്ട് വെക്കണം എന്ന് പല അഭിപ്രായങ്ങളും പലരും പറയാറുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ തല വെച്ച് കിടക്കുന്നത് സാധാരണ തെക്കോട്ട് തല വെച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ബാക്കിയുള്ള ഭാഗങ്ങളും ഉത്തമമാണ്. എന്തുകൊണ്ടാണ് അതെന്നൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഭൂമിക്ക് ആകർഷണ ബലം കൂടുതൽ. നമ്മളിപ്പോൾ ഒരു വടക്ക് നോക്കി യന്ത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൂചി എപ്പോഴും തെക്കും വടക്കും മാത്രമേ നിൽക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്? കാരണം ഭൂഗുരുത്വ ബലം കൊണ്ട്. ഭൂഗുരുത്വം വെച്ചാൽ ഗ്രഹം തെക്ക് ഭാഗത്തേക്ക് തല വെച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ മരണതുല്യമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രധാന വിഷയം കിഴക്കോട്ട് തല വെച്ച് കിടക്കുന്നതാണ് മരണതുല്യമായിട്ടുള്ള അവസ്ഥ. തെക്കോട്ട് തല വെച്ച് കടന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ ആകർഷണ ശക്തി ബലത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയ, നമ്മുടെ നവദ്വാരങ്ങൾ, എല്ലാ നവദ്വാരങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ നേർവസ് അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പുകളുടെ രക്തയോട്ടം, സംക്രമണം അത് നല്ല കൃത്യമായിട്ട് നടക്കുമെന്നാണ്. അപ്പം നല്ല സുഖമായിട്ടുള്ള ഉറക്കമോ ദുർസ്വപ്നങ്ങളോ മനസ്സിനെ ശാന്തമാക്കി കിടന്നുറങ്ങാനും ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും ഏറ്റവും നല്ലത് തെക്കു ഭാഗത്ത് തല വെച്ച് കിടക്കണമെന്നാണ്. ഈ തെക്കു ഭാഗത്ത് തല വെച്ച് അത് രാവിലെ എണ്ണീക്കുന്നതിനുകൊണ്ട് നമ്മൾ വെളുപ്പിനെ എണ്ണീറ്റാൽ ഉടൻ നമ്മുടെ കൈ രണ്ടും കൂടെ നിവർത്തിപ്പിടിച്ച് അഗ്രഭാഗത്ത് മഹാലക്ഷ്മിയും നടുഭാഗത്ത് സരസ്വതിയും അടിഭാഗത്ത് ദുർഗയും ഇത്രയും ആൾക്കാരെ നമ്മൾ സ്മരിച്ച് നമ്മുടെ കൈയുടെ വെള്ള കണി ഉണർന്ന് ഭൂമിദേവിയെ വന്ദിച്ചതിന് ശേഷം നമ്മുടെ ശൗച്യാദി കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിത്യകർമ്മങ്ങൾ ചെയ്ത് കുളിയെല്ലാം കഴിഞ്ഞ് ഗംഗയെ ആവാഹിച്ച്, അങ്ങനൊന്നും ആരും ഇപ്പം ചെയ്യത്തില്ല എങ്കിൽ തന്നെയും ഗംഗാജലം എന്ന രീതിയിൽ നമ്മൾ ഗംഗയെ ആവാഹിച്ച് കുളിച്ച് അതിലൂടെ ഓം ഭൂർ ഭൂർ സ്വാഹ തസ്സൗദർ വരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയ എന്ന ഗായത്രി ജപിച്ചിട്ട് വിശ്വാമിത്ര ഋഷിയും ഛന്ദസ്സും ദേവതയൊക്കെ അറിഞ്ഞ് ഗായത്രി മന്ത്രം ജപിച്ച് ജലത്തെ മന്ത്രപൂരിതമാക്കി 3 വട്ടം ഉള്ളം കൈയിലെടുത്ത് മുൻഭാഗത്തേക്ക് ഒഴിച്ച്, ഇത് ഞാൻ മലയാളത്തിലൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെ ഒഴിച്ചതിന് ശേഷം സ്നാനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ചമ്മണം പടഞ്ഞിരുന്നതിന് ശേഷം നമ്മൾ നിത്യമായിട്ടുള്ള കർമ്മത്തിൽ നമ്മൾ നാമം ജപിക്കുന്നുണ്ടെങ്കിലോ വേദപുസ്തകം വായിക്കുന്നുണ്ടെങ്കിലോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലോ പ്രാണായാമപരമായിട്ട് വെച്ചാൽ വലത്തെ മൂക്ക് അടച്ചു പിടിച്ചെടുത്ത മൂക്കിലൂടെ ശ്വാസം മുകളിലോട്ട് പിടിച്ച് അത് ഇത്ര മാത്ര നമ്മൾ ഉള്ളിൽ പിടിച്ച് അടുത്ത മൂക്കിലൂടെ തിരിച്ചു വിട്ട് വീണ്ടും അങ്ങനെ 16 അല്ലെ 36 തവണ അത് ചെയ്ത് ശ്വാസത്തെ നിയന്ത്രിച്ച് കഴിയുമ്പോൾ മനസ്സിനെ ഏകീകരിക്കുമെന്നാണ് പറയപ്പെടുക. മനസ്സ് ഏകീകരിച്ച് കഴിയുമ്പോൾ ഏതൊരു കാര്യത്തിനും നമ്മൾ മനുഷ്യനാണോ പ്രശ്നങ്ങളുണ്ട്, ഓരോ ദിവസവും ഓരോ പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത മനുഷ്യരില്ല. എന്ന് സുഖം അനുഭവിക്കുന്ന ഈ ലോകത്തിൽ ഒരു ജനങ്ങളും ഇല്ല, ഒരു മനുഷ്യരും ഇല്ല. പ്രശ്നമുള്ളവനാണ് മനുഷ്യൻ എന്ന് പറയുന്നില്ല. പിന്നെ ഈശ്വരനായിട്ട് വല്ലതും ജനിക്കണം. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നാളെ നമുക്ക് എന്താ ചെയ്യുക, നാളെ കറണ്ട് ചാർജ് അടയ്ക്കണം, അല്ലെങ്കിൽ നാളെ മറ്റെന്തെങ്കിലും പൈസ അടയ്ക്കണം, ലോണുള്ളവരാണ് ലോൺ അടയ്ക്കണം, ഇങ്ങനെയൊക്കെയുള്ള അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് തിരഞ്ഞ് ആ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതൊരു പോസിറ്റീവ് എനർജി. നമ്മൾ ചുമ്മാതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. അപ്പോൾ ആ എനർജറ്റിക് പവറൊക്കെ ഉണ്ടാകാനാണ് ആചാര്യന്മാർ ഇതൊക്കെ നമുക്ക് വേണ്ടി എത്രയോ വർഷങ്ങൾ പഴക്കം മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ അതൊന്നും നമ്മൾ ഇപ്പോഴുള്ള തലമുറകൾ അത് ചെയ്തു വരാനായിട്ട് ഏറ്റവും കൂടുതൽ കാര്യക്ഷമത കാണിക്കുന്നുണ്ട്. കാരണം രാവിലെ എണ്ണീറ്റ് വെളുപ്പിനെയുള്ള കുളി, അത് കിഴക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞുള്ള കുളി, സൂര്യ നമസ്കാരം അല്ലെ സൂര്യ ഗായത്രി ചൊല്ലിക്കൊണ്ടുള്ള കുളി, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഈ അന്തരീക്ഷവും ശരീരവും കൂടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബലം ഉണ്ടാകപ്പെടും. അന്നത്തെ ദിവസം നമുക്ക് ഒരിടത്ത് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാനസിക അസ്വസ്ഥത മാറി നല്ല സന്തോഷവും സമാധാനവും ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരുമെന്നാണ് പറയപ്പെടുക. അതുപോലെ തന്നെ വയ്യുമ്പാട് സമയത്ത് കിടക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, തെക്കോട്ട് തല വെച്ച് കിടക്കണം. തെക്കോട്ട് തല വെച്ച് കിടന്നു കഴിഞ്ഞാൽ വലതുഭാഗം, നമ്മൾ പറയത്തില്ലേ വലതോട്ട് തിരിഞ്ഞെഴുന്നേക്കണം. എന്തിനാ? തെക്കിൻ്റെ വലതോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിഴക്ക് ഭാഗമാണ്. എവിടെയാണ് സാധാരണ സൂര്യൻ ഉദിക്കുന്നത്? കിഴക്കാണ്. അതാണ് ചില ആൾക്കാർ ചോദിക്കുക, ഇന്ന് ഇടത്തോടാണ്.
എന്തുകൊണ്ടാണ്? ഇടത്തോട്ട് തിരിഞ്ഞത് കൊണ്ടാണ്. അപ്പം വലത്തോട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സൂര്യനെ നമസ്കരിച്ച് അന്നത്തെ ദിവസം നല്ലതായിരിക്കും എന്നാണ് പറയപ്പെടുക. ആ ദിവസം നല്ലതിൻ്റെ തന്നെയല്ല, ശരീരശുദ്ധി ഉണ്ടാവും, നല്ല മോഷണം ഉണ്ടാവും, പിന്നെ നല്ല ആരോഗ്യത്തിനുള്ള പിന്നെ വ്യത്യാസങ്ങളുണ്ടാകും, കാര്യം ഒരു എനർജറ്റിക് പവർ ഉണ്ടാകും. അത് തന്നെയല്ല, കിഴക്കോട്ട് തല വെച്ച് കഴിഞ്ഞാൽ പൃഷ്ഠഭാഗം മാത്രം നോക്കിയാൽ മതി. കിഴക്ക് ഭാഗത്തോട്ട് പൃഷ്ഠഭാഗം വെച്ച് കിടക്കാൻ പാടില്ല. നമ്മൾ എണ്ണീറ്റ് കഴിയുമ്പോൾ എങ്ങനെ പൃഷ്ഠഭാഗമാണ് സൂര്യൻ. ചില സൂര്യനെയാണ് നമ്മൾ ആദ്യം കാണുക. ആ സൂര്യൻ പൃഷ്ഠഭാഗം കാണാൻ പാടില്ല. ബാക്കിയുള്ള ഭാഗത്തോട്ട് തലവെച്ച് കിടക്കുന്നതിൽ ഒരു 1/4% ദോഷം കാലല്ല 3/4% ദോഷം കുറഞ്ഞിരിക്കും. ഏറ്റവും ഉത്തമം തെക്കോട്ട് തലവെച്ച് കിടക്കുകയും വലത്ത് ഭാഗം തിരിഞ്ഞ് എഴുന്നേൽക്കുകയും ചെയ്ത് മഹാലക്ഷ്മിയെയും ദുർഗയെയും സരസ്വതിയെ വെച്ചാൽ അന്നത്തെ നാക്ക് നല്ലതായിരിക്കണം. ആൾക്കാരോട് സംസാരിക്കുന്നതിൽ നമ്മുടെ നാക്കിൽ നിന്നും ദോഷമായിട്ടുള്ളൊരു വശം മറ്റൊരാൾക്കോ ഒരു ജീവജാലങ്ങൾക്ക് പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴും നമ്മളൊരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിലും സർക്കാർ ജോലിയുള്ളതാണെങ്കിലും മേലുദ്യോഗസ്ഥനാണെങ്കിലും കീഴുദ്യോഗസ്ഥനോട് സംസാരിക്കാൻ നാക്കിൽ നിന്ന് സരസ്വതി വീഴാൻ പാടില്ല, അല്ലെ ദോഷമായിട്ടുള്ള സംസാര ഗുണം ഉണ്ടാകാൻ പാടില്ല. ഇതിനൊക്കെയാണ് ആചാര്യന്മാർ ഓരോ കൃത്യനിഷ്ഠകൾ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിനും കുറച്ച് വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ ഉണ്ടാകും. ഈ തെക്കോട്ട് തല വെച്ച് കിടന്നു കഴിയുമ്പോഴത്തേക്ക് കൊളസ്ട്രോൾ ഉള്ളവർ കൊളസ്ട്രോൾ കുറഞ്ഞു കിട്ടും. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ ഏറ്റവും നല്ലതാണ് തെക്കോട്ട്. കാരണം എന്താ വെച്ചാൽ ഭൂമി എപ്പോഴും കാന്തിക ശക്തിയുള്ളത് തെക്കുന്ന് വടക്കോട്ടാണ്, വടക്ക് തെക്ക് ഭാഗത്തോട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ തെക്കോട്ട് തല വെച്ച് കിടക്കണമെന്ന് സൂക്ഷ്മമായിട്ട് ആചാര്യന്മാർ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അന്നേ ഒരു ദിവസം നന്മയ്ക്കും നല്ലതിനും ഒക്കെ ഒരു അവസ്ഥ ഉണ്ടാകും. ഇല്ലെങ്കിലും മരണത്തിന് തുല്യമാണ്. ഒരു മരണ വീട്ടിൽ പോകുന്ന പോലുള്ള അവസ്ഥയായിരിക്കും ആ ദിവസം. അതുകൊണ്ടാണ് പറയുന്നത് തെക്കോട്ട് തലവെച്ച് കിടക്കണമെന്നും. അത് തന്നെയല്ല, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വടക്ക് ഭാഗത്തെ മുറി ഉപയോഗിക്കാമെന്നും. വാസ്തു സംബന്ധമായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. വാസ്തു സംബന്ധം തെക്ക് ഭാഗത്തൊരു വാതിലുണ്ടെങ്കിൽ തെക്കിനി ഉണ്ടെങ്കിൽ വടക്കിനി വേണമെന്നും, തെക്ക് ഭാഗം ഉയരം കൂടി അല്ലെ ഭാരം കൂടി ഇരിക്കണമെന്നും എന്നൊക്കെയുണ്ട്. എന്തിനാണ് ഒരു വീടിൻ്റെ തെക്ക് ഭാഗം ഭാരം കൂട്ടി വയ്ക്കുന്നത്? ഇപ്പോൾ വയറിങ്ങുകാരാണെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ടാങ്ക് വെക്കുന്നതാണെങ്കിലും എവിടെ വയ്ക്കുക? തെക്ക് ഭാഗത്ത് മുകളിൽ വയ്ക്കും. മറ്റെന്തെങ്കിലും പൊക്കി കെട്ടുകയാണെങ്കിലും ഒരു ഭാരപ്പെട്ട് കെട്ടുകയാണെങ്കിലും തെക്ക് ഭാഗം. അപ്പോൾ തെക്ക് ഭാഗം ഭാരം എപ്പോഴും കൂടിയിരിക്കുകയും വടക്ക് ഭാഗം ഭാരം കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഭൂമി അല്ലെങ്കിൽ വീട് ശക്തമായ രീതിയിൽ പോസിറ്റീവ് എനർജി ഉണ്ടായി അവിടെ താമസിക്കുന്നവർക്ക് മല്ലും വഴക്കും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാതെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുമെന്നാണ് ആചാര്യന്മാരുടെ മതം. എന്ന് പറഞ്ഞ പോലെ തന്നെ കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ അക്വേറിയമൊക്കെ ഓരോരുത്തർ വെക്കാറുണ്ട്. അക്വേറിയമൊക്കെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ കിഴക്ക് വടക്ക് ഭാഗത്തുമാണ്. വെച്ചാൽ ജലരാശിയാണ്. നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ തന്നെ ആണെങ്കിൽ തന്നെയും ആദ്യം കിഴക്ക് വടക്ക് ഭാഗത്താണ് കിണർ കുത്തുക. എന്തിനാ? ജല സ്രോതസ്സുള്ളത് കിഴക്ക് വടക്ക് ഭാഗത്താണ്. പടിഞ്ഞാറ് ഭാഗത്തെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കിണറാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം കിഴക്ക് വടക്ക് ഭാഗത്ത് ആദ്യം കിണർ കുത്തിയാൽ ആ ഭൂമിയിൽ വീട് വെച്ച് കഴിഞ്ഞാൽ കടങ്ങളുണ്ടാവില്ല. അതുപോലെ തന്നെ ആ വീടിൻ്റെ പണി പരിപൂർണമായിട്ട് തീർന്നു കിട്ടും. ഇടയ്ക്ക് മുടക്കം വരില്ല, പണിയാർ വരാതിരിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഈ ജ്യോതിഷ സംബന്ധമായിട്ടും വാസ്തു സംബന്ധമായിട്ടും ഒക്കെ ആചാര്യന്മാർ നമുക്ക് നന്മയ്ക്ക് വേണ്ടി, ഓരോ ജനങ്ങൾക്കും ഓരോ മനുഷ്യർക്കും നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. തെക്കോട്ട് തലവെച്ച് കിടക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. വിശ്വാസമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എല്ലാം ഒരു വിശ്വാസമാണ്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രവുമാണ്. ജ്യോതിഷം വേദത്തിൻ്റെ അല്ലെ ശാസ്ത്രത്തിൻ്റെ കണ്ണാണ്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ തന്നെ ഗോളം, നിമിത്തം, പഞ്ചാംഗണിതം, മുഹൂർത്തം, ജാതകം ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്ന ആറ് അംഗങ്ങൾ കൂടിയിരിക്കുന്നതായിട്ടുള്ള വിഷയമാണ്. അതിൽപ്പെടുന്നതുമാണ് വാസ്തു. അതുകൊണ്ടാണ് തെക്ക് ഭാഗത്ത് നമ്മൾ തലവെച്ച്, തീർത്തും തെക്ക് ഭാഗത്ത് തലവെച്ച് കിടക്കുന്നതായിരിക്കും ഉത്തമം. തെക്ക് ഭാഗത്ത് തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ രോഗദുരിതങ്ങളൊക്കെ നമ്മൾ വിശ്വാസം മാറ്റി വെച്ചിട്ടാണെങ്കിലും സയൻറ്റിഫിക്കായിട്ട് ചിന്തിച്ചെന്ന് പറഞ്ഞാലും തെക്ക് ഭാഗത്ത് തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ലൊരു ആരോഗ്യം, ഒരു ക്ഷീണവും ഇല്ലാതെ നമുക്ക് എണ്ണിക്കാൻ പറ്റും. മറ്റു ഭാഗത്തോട്ട് നമ്മൾ തലവെച്ച് കിടന്നാൽ മരണതുല്യമായിട്ടുള്ള അവസ്ഥ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. Please subscribe our channel.